നമ്മൾ എന്തിനെങ്കിലും വേണ്ടി ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി തുനിഞ്ഞിറങ്ങുക. ഒന്നും നോക്കരുത്. അതിൽ കുറേ നെഗറ്റീവ് വരും. തിരിച്ച് വലിക്കാൻ ആൾക്കാരുണ്ടാകും, അടിക്കാൻ ആൾക്കാരുണ്ടാകും. എന്നാലും നിങ്ങൾ മുന്നോട്ട് പോവുക. അറിയാലോ, ചിത്രൻ ചിത്രനെ കുറിച്ച് പറയുമ്പം മലയാളികൾക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. ലഡാക്ക്, ഇത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതൊക്കെ സഞ്ചരിച്ചു കഴിഞ്ഞു. നേപ്പാൾ, ഉത്തരാഖണ്ഡ് എല്ലാവരും കാണുന്നതാണ്. ഇൻസ്റ്റാഗ്രാം റീൽസിൽ എല്ലായിടത്തും നമ്മൾ കാണുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളെ എന്നുള്ള വിളി. ഇപ്പൊ ചിത്രന്റെ അനുഭവങ്ങളിലൂടെ ചിത്രൻ പറഞ്ഞിട്ടുള്ളതാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഈ ചിത്രൻ എത്രത്തോളം ആളുകൾ ചിത്രനെ മനസ്സിലാക്കിയിട്ടുള്ളത്. ആരാണ് ചിത്രൻ, എന്താണ് ചിത്രൻ? കഷ്ടപ്പാടാണ്, പ്രയത്നമാണ്. ഇത്രത്തോളം കഷ്ടപ്പെട്ട് ഒരു വ്യക്തി ഇത്ര മുൻപന്തിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്കൊരാഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അത് സാക്രിഫൈസ് ചെയ്യാനുള്ളതല്ല. നമ്മുടെ ആഗ്രഹം, നമ്മുടെ സേഫ് സോൺ ഉണ്ടെങ്കിൽ സേഫ് സോൺ ബ്രേക്ക് ചെയ്ത് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും, ഒരുപാട് തടസ്സങ്ങളെ ഉണ്ടാവും. അത് തെറ്റ് മാത്രം പറഞ്ഞു തരാൻ നമ്മൾ ഒരു പടി മുമ്പിലേക്ക് എത്തുന്നത് നമ്മുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളുകൾക്ക് ഇഷ്ടമല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ എന്ന് മനസ്സിലാക്കുന്നുവോ അന്ന് നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങളുണ്ടാവും, തീർച്ചയാണ്. അതുകൊണ്ട് ചിത്രൻ പറഞ്ഞതുപോലെ നമുക്കൊരാഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് മുമ്പിലുള്ള നെഗറ്റീവുകളായാലും പോസിറ്റീവുകളായാലും പോസിറ്റീവ് മാത്രം എടുത്തുകൊണ്ട് ഈ നെഗറ്റീവ് മാത്രം പറയുന്ന ആളുകളെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ പോസിറ്റീവിലൂടെ മാത്രം സഞ്ചരിച്ച് നമ്മുടെ സേഫ് സോൺ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുക. അതാണ് നമ്മുടെ എല്ലാ വിജയം കൈവരിക്കണം എന്ന് ആഗ്രഹമുള്ള എല്ലാ ചിത്രന്മാരോടും പറയാനുള്ളതും അഭ്യർത്ഥിക്കാനുള്ളതും അതാണ്. നമ്മുടെ ജീവിതം സാക്രിഫൈസ് ചെയ്യാനുള്ളതാണ്. നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക, എന്നിട്ട് നമ്മുടെ സ്വപ്നങ്ങൾ കീഴടക്കുക. എല്ലാ യുവതലമുറകളോടും എനിക്ക് പറയാനുള്ളത് അതാണ്. സ്വയം എനിക്കും കൂടി, ഞാനും കൂടി വിജയം ആഗ്രഹിക്കുന്ന ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതൊക്കെ കൈപ്പിടിയിൽ ഒതുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു യുവതലമുറയാണ് ഞാൻ ഉൾപ്പെടെ. നമ്മുടെ കേരളത്തിലുള്ള അല്ലെങ്കിൽ എല്ലാ മലയാളികളും എല്ലാ മനുഷ്യരും നമ്മുടെ സേഫ് സോൺ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ കീഴടക്കുക.